മാന്യ പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണുന്ന വീഡിയോ കടച്ചക്ക അഥവാ ചീമപ്ലാവ് എന്ന സസ്യത്തെ പറ്റിയാണ്. നമ്മുടെ നാട്ടിൽ വളരെ സുലഭമായി കാണപ്പെടുന്ന മുൻകാലങ്ങളിൽ, ഇപ്പോഴില്ല, മുൻകാലങ്ങളിൽ കാണപ്പെട്ടിരുന്ന ഒരു വൃക്ഷമാണ് ചീമച്ചക്ക അഥവാ കടപ്ലാവ്. വളരെ രുചികരവും വിവിധങ്ങളായ വിഭവങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നതുമായ കായ ആണ് ഇതിനുള്ളത്. ചീമച്ചക്ക എന്ന് പറയുന്നെങ്കിലും നമ്മുടെ മറ്റ് ചക്കയുമായിട്ട് ഇതിന് വലിയ ബന്ധമോ സാമ്യമോ ഒന്നുമില്ല. ആകെയുള്ള സാമ്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇലയും അടത്തുമ്പോൾ, അതായത് ഇതിൻ്റെ കായ പറിക്കുമ്പോൾ വെളുത്ത പാല് പോലെയുള്ള ഒരു കറ വരുന്നുണ്ട്. അപ്പം പ്ലാവിനും അത് വരുന്നുണ്ട്, ഇതിനും അത് വരുന്നുണ്ട്, ആഞ്ഞിലിക്കും ഇത് വരുന്നുണ്ട്. അപ്പം ആ ഒരു ഇത് മാത്രമേ ഇതിന് സാമ്യമായിട്ടുള്ളൂ. അല്ലാതെ യാതൊരു വിധത്തിലുള്ള സാമ്യവും ഈ ചീമച്ചക്കയ്ക്ക് മറ്റ് ചക്കകളുമായിട്ട് നമുക്ക് കാണാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. എന്നാൽ എവിടെയും വളർത്താൻ പറ്റുന്ന ഒരു സസ്യമാണ് ഈ ചീമപ്ലാവ് എന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു ഇതെന്ന് പറഞ്ഞാൽ, ഇത് ബ്രെഡ് ഫ്രൂട്ട് എന്ന ഇംഗ്ലീഷിൽ അറിയപ്പെടുന്ന ഈ സസ്യത്തിന് നമുക്ക് ആവശ്യമായ വിറ്റാമിനുകൾ, നമ്മുടെ ശരീരത്തിൻ്റെ വളർച്ചയ്ക്കും നിലനിൽപ്പിനും ആവശ്യമായ എല്ലാ വിറ്റാമിനുകളും ഇതിൽ ഉണ്ട് എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ ഇവ ഭക്ഷണമായി നമ്മൾ ഉപയോഗിക്കുമ്പോൾ മറ്റ് ആഹാരങ്ങളൊന്നും നമുക്ക് കഴിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് സത്യം. ഇതിൻ്റെ ഏറ്റവും രുചികരമായ ഒരു സംഭവം എന്ന് വെച്ചാൽ, ഇത് പുഴുക്കായിട്ട് നമുക്ക് കഴിക്കാം. പുഴുക്കായിട്ട് കഴിക്കുന്നുണ്ടേ തേങ്ങാപ്പാലിൽ അത് പുഴുങ്ങി അത് പുഴുക്കായിട്ട് കഴിക്കാമെങ്കിൽ വളരെയധികം സ്വാദിഷ്ടവും ഒപ്പം ആരോഗ്യത്തിന് വളരെയധികം ഗുണപ്രദവുമായിരിക്കും എന്ന് നാം ഓർക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇത് വറുത്ത് നമുക്ക് കഴിക്കാം. വറുത്ത് കഴിക്കുമ്പോൾ വളരെ സ്വാദിഷ്ടമാണ്. മറ്റ് ഉപ്പേരികളെക്കാട്ടിലൊക്കെ സ്വാദിഷ്ടവും പോഷകസമ്പുഷ്ടവുമാണ് ഈ ചീമച്ചക്ക നമ്മൾ വറുത്ത് കഴിക്കുമ്പോൾ. ഇതിൻ്റെ ഇലകൾ താരന്മേനെ ദുർബലമാണ്. അതുപോലെ തന്നെ പെട്ടെന്ന് മണ്ണിൽ ചീഞ്ഞളിയുന്ന ഒരു സസ്യം കൂടിയാണ്. ഇതിൻ്റെ വേരിൽ നിന്നും ഉള്ള കിളിപ്പ് ആണ് പഴയ കാലങ്ങളിൽ നടാൻ ഉപയോഗിച്ചിരുന്നത്. അപ്പം വേരിൽ നിന്നുള്ള ആ കിളിർപ്പ് നട്ട് 3 മുതൽ 5 വരെ വർഷങ്ങൾക്ക് ശേഷമായിരുന്നു പഴയ കാലങ്ങളിൽ ഇത് കായ്ഫലം തന്നുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ നഴ്സറികളിൽ നിന്നും വാങ്ങിച്ചു വെക്കുന്ന ബഡ് ചെയ്ത തൈകളും അതുപോലെ തന്നെ ഗ്രാഫ്റ്റ് ചെയ്ത തൈകളും നമ്മൾ നല്ലോണം പരിചരിച്ചാൽ 1 വർഷത്തിനുള്ളിൽ തന്നെ ഇതിൻ്റെ കായ്ഫലം നമുക്ക് ലഭ്യമാകുന്നുണ്ട്. മികച്ച വിലയുള്ള ഒരു ഭക്ഷ്യവിള കൂടിയാണ് ചീമച്ചക്ക. അതിൻ്റെ വലിപ്പം അനുസരിച്ച് 50 രൂപ വരെ ഒരു ചീമച്ചക്കയ്ക്ക് ലഭിക്കുന്നുണ്ടെന്നുള്ളതാണ് സത്യം. വിവിധങ്ങളായ വിഭവങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നാലും ഒപ്പം വളരെയധികം സ്വാദ് ഉള്ളതിനാലും ആവശ്യക്കാർ ഈ ചീമച്ചക്കയ്ക്ക് കൂടുതലാണ്. അത് മനസ്സിലാക്കണം. പിന്നെ ചീമച്ചക്കയെ പറ്റിയുള്ള 1-2 വിശ്വാസം എന്ന് പറഞ്ഞാൽ, ചീമപ്ലാവ് നമ്മുടെ പുരയിടത്തിൽ ഉണ്ടെങ്കിൽ നമുക്ക് കടം കയറി നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാവും എന്നൊരു ചൊല്ലുണ്ട്. അപ്പം ഈ ചൊല്ലിന് ശാസ്ത്രീയമായി യാതൊരു അടിത്തറയില്ലെങ്കിലും വളരെയധികം വെള്ളവും വളവും ഭൂമിയിൽ നിന്നും വലിച്ചെടുക്കുന്ന ഒരു വൃക്ഷമാണ് ഈ ചീമപ്ലാവ് എന്ന് പറയുന്നത്. അപ്പോൾ ചീമപ്ലാവിൻ്റെ വളർച്ചയ്ക്കും അതിൻ്റെ നിലനിൽപ്പിനും ധാരാളം വെള്ളവും വളവും ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ചീമപ്ലാവിൻ്റെ വേരുകൾ വളരെ ദൂരസ്ഥലത്തേക്ക് വ്യാപിക്കുകയും ആ പ്രദേശത്തു നിന്നുള്ള വളവും വെള്ളവും എല്ലാം വലിച്ചെടുക്കുകയും ചെയ്യുമ്പോൾ ഇതിനോട് നമ്മൾ ചെയ്യുന്ന മറ്റ് കൃഷികൾക്കൊക്കെ നാശങ്ങൾ സംഭവിക്കുകയും അവ ശുഷ്കിച്ച് നമ്മുടെ ആദായം കുറയുകയും ചെയ്യുന്നു എന്നുള്ളത് സത്യം തന്നെയാണ്. അപ്പം അതുകൊണ്ടായിരിക്കാം ഇത് നമ്മുടെ പുരയിടത്തിൽ വളർത്തിയാൽ നമുക്ക് കടം ഉണ്ടാകുമെന്ന് പറയപ്പെടുന്നത്. അപ്പോൾ നമുക്കിത് വളർത്തണമെന്നുണ്ടെങ്കിൽ കുറഞ്ഞ സ്ഥലമൊക്കെ ഉള്ളവർക്ക് ഡ്രമ്മിൽ വളർത്തത്തക്ക രീതിയിൽ ഇന്ന് ചീമപ്ലാവ് സജ്ജമാണ്. അതുപോലെ തന്നെ നമുക്ക് ഇത് വ്യാവസായികമായി ആദായത്തിന് വേണ്ടി മാത്രം വളർത്തുമ്പോൾ നമ്മുടെ പുരയിടങ്ങളിൽ നമുക്കിത് നട്ടു വളർത്താം. അപ്പം മറ്റ് വിളകളൊന്നും അവിടെ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് മറ്റ് ദോഷങ്ങളൊന്നും സംഭവിക്കത്തില്ല. എന്നാൽ മറ്റ് വിളകൾ നടുന്നതിനോടൊപ്പം ഇത് നടാൻ പാടില്ലാത്താകുന്നു. കാരണം മറ്റ് വിളകൾ എന്തു തന്നെയായാലും, ഏത് വൃക്ഷമായാലും ആ വൃക്ഷം ശോഷിച്ചു പോവും, അതിന് മികച്ച കായ്ഫലം തരത്തില്ല. അതുകൊണ്ട് തന്നെ ഇത് ഡ്രമ്മിൽ വളർത്തി സൂക്ഷിക്കുന്നതാണ് നമുക്ക് ഏറ്റവും നല്ലത്. ശിഖരങ്ങൾ മുറിച്ചും മിതമായ രീതിയിൽ വളപ്രയോഗം നടത്തിയും ആവശ്യത്തിന് ജലസേചനം കൊടുത്തും വളർത്തുകയാണെങ്കിൽ മികച്ച കായ്ഫലം ലഭിക്കാം
എന്നാൽ അത് ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള കായ്കൾ മാത്രമേ ലഭിക്കത്തുള്ളൂ. അതുപോലെ തന്നെ ഇത് 2 വർഷം ചീമപ്ലാവ് ഒരു വർഷത്തിൽ 2 തവണ കായ്ക്കുന്നുണ്ട്. നല്ല വളവും വെള്ളവുമൊക്കെ ലഭിക്കുകയാണെങ്കിൽ വലിയ കായ്കൾ ഈ 2 വർഷവും ലഭിക്കും. എന്നാൽ ഈ വർഷത്തെ അതികഠിനമായ വരൾച്ചയിൽ പല പുരയിടങ്ങളിലും നിന്ന ചീമപ്ലാവ് അതിലുണ്ടായിരുന്ന ചക്കകൾ ധാരാളമായി കായ്ച്ചിരുന്നു. എന്നാൽ ആ ചക്കകൾ മൊത്തവും ഉണങ്ങി വീഴുന്നതായിട്ടാണ് ഒട്ടനവധി ആൾക്കാർ വ്യക്തമാക്കിയിട്ടുള്ളത്. അതിനൊരു പരിഹാരം എന്ന് പറഞ്ഞാൽ നമ്മൾ വേസ്റ്റായി കളയുന്ന വെള്ളം ഏതെങ്കിലും തരത്തിൽ ഈ ചീമപ്ലാവിൻ്റെ ചുവട്ടിലോട്ട് അല്ലെങ്കിൽ കടപ്ലാവിൻ്റെ ചുവട്ടിലോട്ട് ഒഴുക്കി വിടുക എന്നുള്ളത് മാത്രമാണ്. നമ്മൾ കഴുകുന്നതും അതുപോലെ തന്നെയുള്ള വെള്ളങ്ങൾ ഏതെങ്കിലും ഓവിലൂടെ നമ്മൾ ഈ ചീമപ്ലാവിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു വിടുകയാണെങ്കിൽ ആ ചീമപ്ലാവിന് ഒരു സംരക്ഷണമാവുകയും കായ്കൾ പൊഴിയാതെ ഇരിക്കുകയും ചെയ്യും. വളരെ സ്വാദിഷ്ടവും എന്നാൽ നല്ല വില കിട്ടുന്നതുമായ ഈ ചീമപ്ലാവ് ഒരു മൂട് നട്ടു വളർത്തി സംരക്ഷിച്ചാൽ നമുക്ക് നല്ലൊരു വരുമാന മാർഗം ഉണ്ടാകും എന്നുള്ളൊരു തർക്കമില്ല. അതുപോലെ തന്നെ മറ്റ് കൃഷികളൊന്നും പച്ചക്കറികളോ പഴവർഗ്ഗ ചെടികളോ അതുപോലെ തന്നെ കിഴങ്ങ് വർഗ്ഗങ്ങളോ ഒന്നുമില്ലാത്ത പുരയിടമാണെങ്കിൽ ഇതേപോലെ കുറേ ചീമപ്ലാവ് നട്ടു വളർത്തുകയാണെങ്കിൽ ഒരു വർഷത്തിൽ 2 തവണ നമുക്ക് ആദായം ലഭിക്കുകയും അത് നമ്മുടെ വരുമാന മാർഗം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല. അപ്പം പുഴുക്കായും ഇറച്ചി കറി വെക്കുന്ന പോലെയുള്ള കറിയായും ഒപ്പം ഉപ്പേരിയായും തോരനായും ഒക്കെ നമുക്ക് സ്വാദിഷ്ടമായ വിഭവങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ചീമപ്ലാവ് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നമ്മളെ കടക്കിണിയിലാക്കുന്ന ഒരു വൃക്ഷമല്ല. പകരം ജന്മസഹജമായി അതിന് ലഭിച്ചിട്ടുള്ള ആ കഴിവുകൊണ്ട് ധാരാളം വേരുകളും വേരുപടലങ്ങളും ദൂരസ്ഥലത്തേക്ക് വരെ പോയി വെള്ളവും ലവണങ്ങളും ഒക്കെ വലിച്ചെടുക്കുന്ന മൂലം മറ്റ് സസ്യങ്ങൾക്ക് അത് കിട്ടാതെ വരുമ്പോൾ ആ സസ്യങ്ങൾ ശോഷിക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിൽ പറയുന്നത് എന്ന കാര്യം നാം സ്മരിക്കേണ്ടതാണ്. യാതൊരു ദോഷഗുണങ്ങളും ഇല്ലാത്ത ഈ വൃക്ഷത്തെ നമുക്ക് അവഗണിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ കാലത്ത് പഴങ്ങൾക്കും പച്ചക്കറികൾക്കും ഒക്കെ വലിയ വിലയും നല്ല നാടൻ സാധനങ്ങൾ ലഭ്യമല്ലാതിരിക്കുകയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ നഴ്സറിയിൽ നിന്നും വഡ്ഡി ചെയ്ത അല്ലെങ്കിൽ ഗ്രാഫ്റ്റ് ചെയ്ത ഒരു തൈ നമ്മൾ വാങ്ങിച്ച് ഒരു ഡ്രമ്മിൽ വളർത്തുകയാണെങ്കിൽ ഒരു വർഷത്തിൽ നമുക്ക് ധാരാളം കായകൾ ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള കായകൾ ലഭിക്കുകയും നമ്മുടെ പുരയിടത്തിന് ഇതുമൂലം യാതൊരു ദോഷമുണ്ടാവാതിരിക്കുകയും ചെയ്യുന്നു. ഒപ്പം ഇതിൽ നിന്നും വീഴുന്ന ഈ ഇല വളരെ അധികം പോഷകസമ്പുഷ്ടമായ ഒരു വളം കൂടിയാണ്. വളരെ പെട്ടെന്ന് ലയിച്ച് മണ്ണിൽ ചേരുന്ന ഈ ഇല ഏതിനും വിളകൾക്കും നമുക്ക് ഇടാൻ പറ്റുന്നതാണ്. ഇത്തരത്തിൽ ഉള്ള അറിവുകൾ ശേഖരിക്കുകയും ഇത് മറ്റുള്ളവർക്ക് കൈമാറുകയും ചെയ്യുവാൻ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ, നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ഈ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ദയവായി നിങ്ങൾ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത്. എല്ലാവരുടെയും പൂർണ്ണമായ പിന്തുണയും സഹകരണങ്ങളും സാധനം പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം.